ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്പെഷ്യൽ അട്ടിപ്പത്തലാണ്. സോ അട്ടിപ്പത്തൽ നമുക്കിങ്ങനെ ഓരോരോ ലെയേഴ്സും നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. സോ അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഇതുവരെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സോ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകിയത് ആവശ്യമുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സിയിൽ അടിക്കാൻ, എന്നിട്ട് ആ തേങ്ങാപ്പാൽ നമ്മൾ എടുത്ത് വെക്കാൻ. എന്നിട്ട് അതിൽ നിന്നൊരു 1/2 തേങ്ങാപ്പാൽ എടുക്കുക മിക്സി ജാറിലേക്ക്. അതിലേക്ക് നമ്മളൊരു 3 മുട്ട പൊട്ടിച്ചിടണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരിയരി ഓർ ജീരകശാല അരി 2 കപ്പാണ് ആഡ് ചെയ്തിട്ടുള്ളത്. 2 കപ്പ് ജീരകശാല അരിക്ക് 1 കപ്പ് നമ്മൾ വേവിച്ച റൈസ് ഉണ്ടാവില്ലേ, അതും കൂടി ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ഉണ്ടായ തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മളുടെ മിക്സി ജാറിൽ ഇട്ടിട്ട് നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാൻ. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ബാറ്റർ കിട്ടും. നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയൊരു ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാൻ എടുക്കാൻ, അതിലേക്ക് നമ്മൾ ആവിയിലാണ് ഉണ്ടാക്കുന്നത്. സോ അങ്ങനത്തെ പാനിൽ മാത്രമേ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു വലിയ പാത്രം എടുക്കാൻ, അതിലേക്ക് വെള്ളം ചൂടാക്കാൻ വെക്കാൻ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അധികം തിക്കാകാൻ പറ്റില്ല, ഇതേപോലെ ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കണം. എന്നാലും മാത്രമേ നമുക്ക് ഓരോരോ ലെയേഴ്സായിട്ട് നമുക്ക് കിട്ടുള്ളൂ അട്ടിപ്പത്തൽ. സോ ഈ പാത്രമാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സീവ് പോലെ. എന്നിട്ട് നമ്മൾ ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഒരു പാത്രം, ഈ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഗീ ഓർ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. ഫസ്റ്റ് നേരിയൊരു ലെയർ, ദോശയാക്കുന്ന പോലെ നേരിയൊരു ലെയർ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ക്ലോസ് ചെയ്ത് വെക്കാൻ. ആ ലെയർ റെഡി ആകുമ്പം ആദ്യം കുറച്ച് അടുത്ത ലെയർ വെക്കാൻ കുറച്ച് ഗീ ആക്കിയിട്ട്, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4-5 ലെയേഴ്സ് നമുക്ക് ഇത് ഒന്നിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ ഇതേപോലെയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ ലെയേഴ്സിൽ നമ്മൾ ഉണ്ടാക്കി അതൊന്ന് സെറ്റായി വരും. കുറച്ച് ഹാർഡ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഗീ ആക്കും. എന്നിട്ട് ആദ്യം സെക്കൻഡ് ലെയറാണ് നമ്മൾ ഒഴിക്കുക. ഇതിപ്പോൾ സെക്കൻഡ് ലെയർ നമ്മൾ ഒഴിക്കുന്നതാണ് കാണിക്കുന്നത്. ഫസ്റ്റത്തെ ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കുറേ ലെയേഴ്സ്, ഒരു 4-5 ലെയേഴ്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കിതേപോലെ റെഡിയാക്കിയതിനെ കിട്ടും. കുറച്ച് ഹാർഡൻഡായിട്ട് നമുക്ക് ഇതേപോലെ പുറത്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഓരോ ലേസും ഞാൻ ഈ വീഡിയോൻ്റെ ബിഗിനിങ് കാണിച്ചതുപോലെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അത്രക്കും സോഫ്റ്റ് ആയിരിക്കും. അത് നമുക്ക് ചിക്കൻ കറിയോ മട്ടൻ കറിയോ ബീഫോ അങ്ങനെ എന്ത് വേണമെങ്കിൽ കൂട്ടി കഴിക്കാം. It's very tasty. So hope you guys like the video. If you guys like the video, please don't forget to like, share and subscribe. Thank you for watching.